യാത്ര ചെയ്തിട്ട് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഒരു എന്താ പറയുക സാമൂഹികമായ അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടില്ല. അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അല്ലെങ്കിൽ വൃത്തിയോട് രാവിലെ കൊച്ചു കുട്ടികളെ കണ്ടില്ലേ, അവരെല്ലാം ചെളിവെള്ളത്തെല്ലാം കിടന്ന് ചാടുക. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ രക്ഷകർത്താക്കൾ സമ്മതിക്കും. അത് അത്രയും കുഞ്ഞു പിള്ളേരൊക്കെ അത് റോഡിൽ കിടക്കുന്ന പന്ന വെള്ളത്തില് അതാണ് ഓടെ കൂടെ വയലിൽ കൂടെ ഓടയെന്നൊക്കെ ഇറങ്ങി പോണ വെള്ളം. അതാണ് അത് ജീവിത സാഹചര്യത്തിന്റെ വ്യത്യാസമാണ്. ചിലപ്പോ അവർക്കൊരു അസുഖം വരത്തില്ലായിരിക്കും, എന്നാലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ജീവിക്കരുതെന്ന് അവർക്ക് അറിയത്തില്ല. എന്റെ അഭിപ്രായത്തില് ദാരിദ്ര്യവും ഇതുപോലത്തെ സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ് ഇവരെ തട്ടിപ്പുകാരും പ്രശ്നക്കാരും ഒക്കെ ആക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ ഈ കമ്പനി ജോലി ചെയ്യുമ്പോൾ പല സ്റ്റേറ്റിലുള്ള ഡ്രൈവർമാരുണ്ട്. എല്ലാവരും ഒരു കാര്യം പറയും, കേരളത്തിൽ ഏത് റോഡിൽ പോകണം വണ്ടി കൊണ്ടിട്ട് പാർക്ക് ചെയ്തിട്ട് കിടന്നു തുടങ്ങാം. ഇങ്ങനെ നമുക്ക് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ അങ്ങനെ ആൾക്കാരും എല്ലാം ഓടിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവക്കാരും ഒക്കെ കുറവാണ്. അങ്ങനൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ കള്ളം മോശം ഇല്ലെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ളവരൊന്നും വേറെ വലിയ വലിയ മോഷണങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എവിടെ കൊണ്ടിട്ടാലും ആരാ എന്തോ ചെയ്യുന്ന ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറെയൊക്കെ സേഫ് ആണ് കേരളം. ആൾക്കാരെ സഹായിക്കുന്ന മനസ്സിലാതെയുള്ളവരാണ്. പുറത്തുനിന്ന് വരുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് ഭാഷ അറിയത്തില്ല എന്ന് കാണുമ്പോൾ നമ്മളെ പറ്റിക്കാനും വഞ്ചിക്കാനും ശ്രമിക്കുന്നത്. ഏറ്റവും വലിയ തട്ടിപ്പുകാർ എവിടെയാണ് കണ്ടത് നീ? ഞാൻ പറയടാ. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരെ നീ എവിടെ വെച്ചാണ് കണ്ടത്? എങ്ങനെയാണ് തട്ടിപ്പുകാർ? നീയാണോ? പറയലിയാ, നിന്റെ ഈ യാത്രകളിൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരനെ നീ എവിടെ വെച്ചാണ് കണ്ടത്? ദിസ് ഈസ് മൈ യാത്ര തീരും യാത്ര കിടക്കൂലേ ബാക്കി. അല്ല, ഇതുവരെ ഉള്ളത് പറഞ്ഞാൽ മതി, ഇനിയുള്ളത് പറയണ്ട. ഏറ്റവും വലിയ തട്ടിപ്പുകാര് പോലീസുകാരാ. ഞാൻ പോലീസുകാരുടെ കാര്യം പറയാൻ കരുതായിരുന്നു. നമുക്ക് സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ഒരാൾ നിയമം തെറ്റിക്കുവാണെങ്കിൽ ശരി, ഫൈൻ അടച്ചു. പക്ഷേ അവർ കൈക്കൂലി മേടിക്കാൻ വേണ്ടി മാത്രം ഈ നിയമലംഘനം പിടിക്കാൻ നടക്കുന്നു, ഇല്ലാത്ത നിയമലംഘനം ഉണ്ടാക്കുന്നു, കൈക്കൂലി ചോദിക്കുന്നു. അത് നല്ല പരിപാടിയാണോ? അല്ല, ഒരിക്കലും. ഒന്നെങ്കിൽ ഇവന്മാർക്ക് സർക്കാർ ശമ്പളം കുറവാണെങ്കിൽ കൂട്ടിയാൽ കൊടുക്കണം, അല്ലേ? അതെ, ഈ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ സാർ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റേ ഇന്ത്യൻ സിനിമയിലെ ഇന്ത്യൻ താത്തയെ വിളിക്കേണ്ടി വരുന്നു. ലഞ്ചം ഒഴിപ്പിക്കണോ? ഇതെന്തോ അവാർഡ് കണ്ട് പറ്റിയ എന്ത് സംഭവം? ഭയങ്കര ഫോട്ടൻ. താങ്ക്സ് പറയടാ. താങ്ക് യു.